അപ്പോൾ ആ നാടകം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് അതിൻ്റെ ലീഗൽ ട്രാൻസ്ലേഷൻ ആ സ്ക്രിപ്റ്റിൻ്റെ എടുത്തു എൻ്റെ ഗുരുവായ വക്രം ഷക്കീറിനെ വരുത്തി നാട്ടിൽ നിന്ന്. ആ നാടകമാണ് ഈ പ്രവാസി അന്ന് ചെയ്ത നാടകമാണ്. അതിനുശേഷം ഞാൻ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മ മലയാളം, നിറമുള്ള സ്വപ്നം, മഴവില്ലഴക്, വീണപൂവ്, ശ്രീപൂലസ്ഥിര, ഇങ്ങനെ നിരവധി നാടകങ്ങൾ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഒരു റീബർത്ത് എന്ന് പറയാം നമുക്ക് ആ നാടകം കിട്ടിയത്. അപ്പോൾ അത് അവസാനം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞതാണ്. ഇതിനകത്ത് ആന്തരികമായിട്ട് ഈ നാടക പ്രവർത്തനങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. വിശേഷമുണ്ട്. ഞാൻ സമാന്തരമായിട്ട് സാംസ്കാരിക പ്രവർത്തനവും നാടകവും ഒരേ രീതിയിൽ കൊണ്ടുപോയ ആളാണ്. ഞാൻ നാടകം മാത്രമല്ല, ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജോലി ഒരു സൈഡ് ബിസിനസ് എന്ന് പറയാൻ. അല്ല, ഞാൻ അവിടെയും പിന്നെയും പറയുന്നു നാടകം എന്നുള്ളത് ഞാൻ ചോദിച്ചു തുടങ്ങിയെന്നുള്ളൂ. പക്ഷെ എനിക്കറിയാം സിനിമയിൽ അങ്ങയുടെ ഇൻവോൾവ്മെന്റ്. സിനിമയിലും അത് KG ജോർജ്, ലിയോ ടോൾസ്റ്റോയുടെ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പണ്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ അതിനെ നാടകാവിഷ്കാരമാക്കി യാത്ര എന്ന് പറഞ്ഞൊരു നാടകം അത് ഉദ്ഘാടനം ചെയ്യാൻ KG ജോർജ് വന്നതാണ്. അപ്പൊ അതിലെനിക്ക് അല്ല, ഇവിടെ അബുദാബിയിൽ. അപ്പൊ അങ്ങനെയാണ് സിനിമയിലോട്ടുള്ള ഒരു എൻട്രി കിട്ടിയത്. പിന്നെ നമ്മൾ ഇവിടുത്തെ ജീവിത പ്രാരാബ്ദങ്ങൾ കാരണം ഓടുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ലീവിന് പോകുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എല്ലാം കിട്ടിയതെല്ലാം ക്യാരക്ടർ റോളുകൾ തന്നെയാണ്. പിന്നെ ഇലവങ്കോട് ദേശത്തിലാണ് ഏറ്റവും കൂടുതൽ. ശ്രീ മമ്മൂട്ടിയോടൊപ്പം 20 സീനിൽ എനിക്ക് ചെയ്യാൻ പറ്റി. പുള്ളിയായിട്ട് ഡയറക്റ്റുള്ള സീനുകൾ. ഇലവങ്കോട് ദേശം അതും KG ജോർജിന്റെ തന്നെ. പിന്നെ മേലെ വാര്യത്തെ മാലാക്കുട്ടികൾ, അവൻ ചാണ്ടിയുടെ മകൻ, പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 72 മോഡൽ, രാജസേനൻ്റെ, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു.